भी जंतर मंतर पर बैठे हुए हैं. So I request each and every one of you to please come and join us at Jantar Mantar. Come and join us, guys. എന്തോ ചെയ്യാനാണെന്ന് പറയണേ. 20 കോടി ഫോളോവേഴ്സുള്ള ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ മുതലാളിയാണ്. അമേരിക്കയിൽ പഠിച്ചുകൊണ്ടിരുന്ന് അവിടെ ഇരുന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ പണിയാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ്. നേരത്തെ ആപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളാണ്. ആപ്പ് ആണ് ഇപ്പോൾ ഈ 20 കോടി ജനങ്ങൾക്ക് അല്ലെങ്കിൽ 20 കോടി ഫോളോവേഴ്സിന് കൊടുത്തത് എന്ന് മനസ്സിലാക്കി തരുന്നൊരു മുതലാണ്. ഇരിക്കുന്ന ഇരിപ്പ് നോക്ക്. ആകെ 10-15 പേരുണ്ട്. പൊതുജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ അല്ലെങ്കിൽ വിവരമുള്ള വിദ്യാർത്ഥികൾക്ക്, പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ വലിയ പ്രയാസമില്ല. അവർ ഇന്നത്തെ കാലത്ത് മൊബൈലൊന്ന് ഓപ്പൺ ചെയ്ത് ഇൻ്റർനെറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഗൂഗിളിലോ മറ്റോ ഒന്ന് അല്ലെങ്കിൽ ചാറ്റ് ജി പി ടിയോട് മാത്രം ചോദിച്ചാലും മതി, കാര്യങ്ങൾ അവർക്ക് കൃത്യമായിട്ട് കിട്ടും. എന്നാൽ BJP സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് കച്ച കെട്ടി അമേരിക്കയിൽ നിന്ന് നേരെ വന്ന് എന്നെ അറസ്റ്റ് ചെയ്യും എന്നും പറഞ്ഞു വന്നാണ്. അവിടെ ഒരു അറസ്റ്റ് നടന്നിട്ടില്ല, ഒരു തേങ്ങയും നടന്നില്ല. എന്നാൽ ശരി, അവിടെ ചെന്ന് പ്രൊട്ടസ്റ്റ് ചെയ്തൊന്ന് വഴക്കുണ്ടാക്കുക, അപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പോഴും പോലീസുകാർ നീ എന്തിനാ വന്നേ മോനെ, നീ വന്ന പണി ചെയ്തിട്ട് പോകുമെന്നും പറഞ്ഞ് അവിടെ നിർത്തി. അതും കഴിഞ്ഞിട്ട് അവിടെ നിന്നുകൊണ്ട് ഇംഗ്ലാ സിന്താബ വിളിച്ചു, പിന്നെ എൻ്റെ ലാംഗ്വേജ് എൻ്റെ അവകാശം, എൻ്റെ വസ്ത്രം എൻ്റെ അവകാശം, എൻ്റെ ലിംഗം എൻ്റെ അവകാശം എന്നൊക്കെ പറഞ്ഞ് പ്രൊട്ടസ്റ്റ് ചെയ്തു. എന്നിട്ടും ആരും ശ്രദ്ധിച്ചില്ല. എന്നാൽ അവിടുന്ന് ഇന്ത്യയിലുള്ള മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കി, എന്നിട്ട് ഒന്നും സംഭവിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഡൽഹിയിൽ വീണ്ടും ചെന്ന് 20-ാം തീയതി ആൾക്കാരെ കൂട്ടി, അതായത് നീറ്റ് എക്സാമിന് എതിരെ കുറേ ആൾക്കാരെ കൂട്ടി വീണ്ടും ഒന്ന് സമരം ചെയ്യാൻ നോക്കി, എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. അതും കഴിഞ്ഞിട്ട് 5-6 കുട്ടികൾക്ക് നീറ്റ് എക്സാം എഴുതാൻ പറ്റിയില്ല. അതിനെക്കുറിച്ച് യാതൊരു വാക്കുമില്ല. തീറ്റയും കൂടിയായിട്ട് ഞങ്ങളെന്തുവാ തീവ്രവാദികളാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ ഇരുന്നിട്ട് വൈകുന്നേരമായപ്പോൾ നല്ല തീറ്റയും കൂടിയായിട്ട് അവിടെ കിടന്നുറങ്ങി. അതാണ്ട് ഇപ്പോൾ ആരും ഇല്ലാതെ നടക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവമുണ്ട്. പുള്ളിക്കാരൻ ഇവന്മാരെയൊക്കെ ഈ പ്രൊട്ടസ്റ്റിന് ഇറങ്ങി വന്നവന്മാരെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആക്കിയിട്ട് ഇയാൾ നേരെ 5 സ്റ്റാർ ഹോട്ടലിൽ റെസ്റ്റ് എടുക്കാൻ പോയി. അതൊക്കെ ഈ പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തുക. പണ്ടൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഒളിച്ചും പാത്തുമൊക്കെ നടക്കുമായിരുന്നു. ഇപ്പോൾ എല്ലാം ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടി തിരിച്ചറിയാൻ പറ്റുന്നൊരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നതെന്ന് ഈ പൊട്ടന് മനസ്സിലായില്ല. ഈ എവരെ ഇളക്കി വിട്ട നമ്മുടെ കെജ്രിവാളിനെ വേണം പറയാൻ. ഈ ചെറിയ മീനെ ഇട്ട് വലിയ മീനെ പിടിക്കാൻ വേണ്ടി ഇരുന്ന വലിയ പാറ്റയുണ്ടല്ലോ. എന്തായാലും തമാശയാണ്. കുറച്ച് ദിവസം കൂടെ അവിടെ കിടക്ക്.